ഗൈസ് വെൽക്കം ബാക്ക് ടു പമ്മൂസ് വ്ലോഗ്. വേർത്ത് കുളിച്ചിരിക്കുന്നു ഗൈസ്. അപ്പം നമ്മൾ ഇന്ന് നിക്കിയുടെ സ്കൂളിൽ പോയാണ്. 10th വരെ പഠിച്ചതല്ലേ, 10th വരെ പഠിച്ച സ്കൂളിൽ പോവാണ്. സ്കൂള് പ്ലസ് 2 10th വരെ എനിക്ക് ഓർമ്മയുള്ളൂ. അപ്പൊ നീ പ്ലസ് 1 ലൈനായിരുന്നു നമ്മള് നിന്റെ ആ സ്കൂളില് നൊസ്റ്റാൾജി പോവേണ്. പഴയ ക്ലാസ് റൂമൊക്കെ ഇപ്പൊ കാണിച്ചു തരും. എനിക്ക് ക്ലാസ് റൂമിൽ തൂങ്ങിക്കിടന്ന് സംസാരിച്ചതും എല്ലാം കാണിക്കും. പെണ്ണിന്റെ ഫോട്ടോ വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. എന്റെ വേർത്തൊലിച്ചു മനുഷ്യൻ. AC കംപ്ലൈന്റ് ആയി ഗൈസ്, അടിച്ചു പോയി. അതെ, അപ്പൊ നമുക്ക് 1000 സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ 1K അടിച്ചു. അത് എങ്ങനെയാണ് 1K അടിച്ച ആ ടെക്നിക്ക് പമ്മു പറഞ്ഞു തരുന്നതാണ്. പിന്നെ 4000 വാച്ച് അവേഴ്സ് എങ്ങനെ കംപ്ലീറ്റ് ആയെന്നും അടുത്ത വീഡിയോയിൽ പറഞ്ഞു തരാണ്. ഈ വീഡിയോ ഇന്ന് നമ്മളെ സർട്ടിഫിക്കറ്റ്, എൻ്റെ സർട്ടിഫിക്കറ്റ് 10th ക്ലാസ്സിലെ ഡേറ്റ് ഓഫ് ബർത്ത് പണ്ട് ഞാൻ ഒരു ഫാൻസി നമ്പർ കൊടുത്തതായിരുന്നു. അതെ, മന്ദബുദ്ധി. അന്നും മന്ദബുദ്ധി, ഇന്നും മന്ദബുദ്ധി. 10 സ്വന്തം ഡേറ്റ് ഓഫ് ബർത്ത് വരെ ചേഞ്ച് ആയി കൊടുക്കണം. ഈ മന്ദബുദ്ധി ആയിട്ട് ഭർത്താവിന് ആർക്ക് കിട്ടും? ഒരു ഫാൻസി നമ്പർ 10-10-90 എന്ന് കൊടുക്കാൻ വേണ്ടി കൊടുത്തതായിരുന്നു. പക്ഷേ അതിപ്പോ ഒരു പണി, പഠിക്കാനും ബുദ്ധിയില്ല, ഒന്നിനും ബുദ്ധിയില്ല. ചേടെ എല്ലാ കന്നന്തി. അങ്ങനെ ഞാൻ വിചാരിച്ച ഒരു ബുദ്ധിയുള്ള പെണ്ണിനെ കെട്ടാന്നു. എല്ലാരും പറഞ്ഞ് ഭയങ്കര ബുദ്ധിയാണ്. ഇപ്പോഴല്ലേ അറിയണത്. നല്ല ബുദ്ധിയുണ്ട് എനിക്ക്, നിന്നെക്കാട്ടി ഒരു കുരുട്ട് ബുദ്ധി മാത്രം. എന്തൊരു പറയേ, നിനക്ക് പറ്റുന്നതല്ലേ. അങ്ങനെ നമ്മൾ അടുത്തത് സ്കൂളിൽ പോയിട്ട് ബാക്കി കാരണം. പിന്നെ നിങ്ങൾക്ക് ഒരു ഗീവ് അവേ ഉണ്ട്, വേറെ ഒന്നുമല്ല. നിങ്ങൾക്ക് ഈ ഗീവ് അവേ തരുന്നത് ഈ കാർ എന്തായാലും കൊടുക്കും. കൊടുത്തോ. അപ്പൊ നിങ്ങൾ എല്ലാരും നോക്കി ഗൈസ്, എത്രാമത്തെ എത്തുമ്പോ നീ കൊടുക്കും ഈ കാറ്? ഞാനല്ല, നിക്കിയുടെ കാർ. ഈ ആദ്യത്തെ കാർ അല്ലേ, ആദ്യത്തെ കാർ. ഒരു നല്ലൊരു നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് ഒരു 50K. അതല്ല, ഒരാൾക്കല്ല, ഒരു 5 പേർക്ക് ഒരാൾക്ക് ഈ കാർ ഞാൻ തരും. 5 ഗിഫ്റ്റ് ആയിരിക്കും നമ്മൾ തരുന്നത്. 1 കാറായിരിക്കും. ഫസ്റ്റ് വിന്നറിന് കൊടുക്കുന്നത് കാറായിരിക്കും. അതിന്റെ എങ്ങനെയാണ് ക്രൈറ്റീരിയ നമ്മൾ അപ്പൊ പറയും. ഇത് ഇയോൺ ആണ് തരുന്നത്, 2016 മോഡൽ. കുറച്ച് തട്ടുമുട്ടലുണ്ട്, അതെല്ലാം നിങ്ങൾ ശരിയായിക്കോണം. അല്ലാതെ കാർ നമ്മൾ തരും. ഓക്കെ. പിന്നെ അടുത്തത് നമുക്ക് സ്കൂളിൽ പോയിട്ട് അവിടുത്തെ ഇതെങ്ങനെയാണെന്നുള്ള പ്രൊസീജിയേഴ്സ് നോക്കാം. എങ്ങനെയാണ് ഡേറ്റ് ഓഫ് ബർത്ത് മാറ്റുന്നതെന്ന്, എങ്ങനെ മാറ്റാൻ പറ്റുമെന്ന് നോക്കാം. ഇത്തിരി ചടങ്ങാണെന്ന് തോന്നുന്നു, പക്ഷേ നമുക്ക് മാറ്റാനുള്ളത് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. നമ്മളിപ്പം ഗേറ്റ് അടച്ചിട്ടേക്കാണ്. വെറ്റ് റോഡിലാണ് നിൽക്കുന്നത്. ഇവന്റെ സ്കൂൾ വന്ന് വെറ്റ് റോഡിലാണ് അല്ലേ? എന്റെ സ്കൂള് കഴുക്കൂട്ടം. അവിടെ പഠിച്ച എല്ലാരും തോറ്റിട്ടേ ഉള്ളൂ ഇവന്റെ ക്ലാസ്സിൽ. ഒരു പയ്യൻ ജയിച്ചു, ഒരു പയ്യൻ അറിഞ്ഞൂടാ, ബാക്കി എല്ലാരും. ഓക്കെ ഗൈസ്, അപ്പൊ നമുക്കിനി അവിടെ പോയിട്ട് കാണാം. ഇതാണ് നമ്മുടെ നിക്കിയുടെ സ്കൂൾ, അല്ലുദുമാൻ സ്കൂൾ. അപ്പം നിക്കിതാ കയറാൻ പോകുന്നു. ഇവിടെ ഇരുന്ന് പഴയ എത്തി നോക്കലും വായി നോക്കലൊക്കെ പറഞ്ഞ് ചിരിച്ചാണ് കയറുന്നത്. അപ്പം ഈ സെക്യൂരിറ്റി എടുത്ത് ചോദിച്ചു. അപ്പോൾ ഫ്രണ്ടിലോട്ട് ഫ്രണ്ടിൽ ചോദിക്കാൻ പറഞ്ഞു. അങ്ങനെ അവിടെ ഒരു ആൻറ്റി ഉണ്ടായിരുന്നു, നമ്മളെല്ലാം ഹെൽപ്പ് ചെയ്യുന്ന ആൻറ്റി. കാണിച്ചു തരാം. ഞാൻ പേടിച്ചാണ് വീഡിയോ എടുക്കണം. അങ്ങനെ ഈ ആൻറ്റിയാണ്, കാണാൻ പറ്റുന്നില്ലല്ലോ. ഈ ആൻറ്റി പറഞ്ഞു നമുക്ക് സർട്ടിഫിക്കറ്റ് കൊണ്ടുവരാൻ, എവിടെ ചെല്ലാനൊക്കെ അടച്ചിട്ട് വരാൻ പറഞ്ഞു. ഞാനാണ് സർട്ടിഫിക്കറ്റ് എടുക്കാൻ പറഞ്ഞത്. അപ്പോൾ ഇവൻ പറഞ്ഞു സർട്ടിഫിക്കറ്റ് എടുത്ത് തരാൻ പറഞ്ഞു. അപ്പം ഞാൻ ഓക്കെ എന്ന് പറഞ്ഞ് പോയി. അത് കഴിഞ്ഞിട്ട് ആൻറ്റി പറഞ്ഞു തിരിച്ച് അക്ഷയയിൽ പോയി ചെല്ലാനൊക്കെ അടിച്ചിട്ട് വരാൻ പറഞ്ഞു. അപ്പോൾ 500 rupees ചെല്ലയിൽ പോയി അഴിച്ചു. എന്നിട്ട് തിരിച്ച് വന്നപ്പോൾ കുറേ കുരുക്കളായി. അത് പറയാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോണത് അക്ഷയയിലാണ്. ഇതാണ് കഴക്കൂട്ട അക്ഷയ. ഇവിടുത്തെ കുറച്ച് നല്ല അക്ഷയമാണ്. ഇവിടുത്തെ ആൾക്കാർക്ക് പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് ചെയ്തു തരും. നമ്മുടെ വീടിൻ്റെ അടുത്തൊക്കെ കുറേ അക്ഷയസ് ഉണ്ട്, പക്ഷെ അവരൊന്നും കൊള്ളത്തില്ല എന്ന് തന്നെ പറയാം, കൊള്ളൂല. അപ്പം ഞാൻ ഇവിടെ നിൽക്കിതോ എവിടെ ഇങ്ങനെ വളഞ്ഞ് നിൽക്കുകയുള്ളൂ. അപ്പം ഞാനും അടുത്ത് വന്നു. അപ്പോൾ അത് അടച്ചു. അത് കഴിഞ്ഞ് ഇവിടുത്തെ കാര്യം കഴിഞ്ഞു.
ഇവിടെ ഒരു അബദ്ധം പറ്റി ഗായ്സ്, നമുക്ക് അക്ഷയയിൽ ഒരു അബദ്ധം പറ്റി. ബർത്ത് സർട്ടിഫിക്കറ്റ് അക്ഷയ വെച്ച് മറന്നുപോയി. അങ്ങനെ നമ്മൾ അവിടെ പോയി ആ ബർത്ത് സർട്ടിഫിക്കറ്റ് എടുത്ത് വന്ന് ഇവിടെ ഒരു അഹങ്കാരി സെക്രട്ടറി ഉണ്ടായിരുന്നു, ഒപ്പിടാൻ ട്രഷറി വരാൻ പറഞ്ഞു. അവരെ ഒപ്പിട്ട് തരുമെന്ന് പറഞ്ഞു നമ്മുടെ അടുത്ത്. അവരെ വെയിറ്റ് ചെയ്ത് രാധാമണി എന്ന് പറഞ്ഞ ഒരാൾ, ട്രഷറിയിൽ രാധാമണി എടുത്ത് പോവരുത്, ഇതിനകത്താണ് അവർ ഇരിക്കണത്. അങ്ങനെ നമ്മൾ വിഷമിച്ച് തിരിച്ചു പോകുന്ന വഴിയിൽ താഴത്തെ സാറ് പറഞ്ഞു അപ്പുറത്തെ ട്രഷറി ബിൽഡിങ്ങിൻ്റെ മേളിൽ ഒരു മാമുണ്ട്, ആ മാമിൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി, അവർ ചെയ്തു തരുമെന്ന് പറഞ്ഞു. അങ്ങനെ വീണ എന്നാണ് പേര്, എന്തോ സെക്രട്ടറി എന്തോ സംഭവമാണ്. നമ്മൾ പോയി ചെയ്തു. കൂളായിട്ട് നമുക്കൊന്നും ചോദിച്ചില്ല. ഓക്കെ, ഡേറ്റ് കുറച്ച് ചേഞ്ച് ചെയ്താൽ ഓക്കെ വാ എന്ന് പറഞ്ഞു. കൂളായിട്ട് നമുക്ക് സൈനും ചെയ്ത് അറ്റസ്റ്റ് ചെയ്ത് തന്നു. മറ്റേ അവരാണെങ്കിൽ പറ്റൂല, നിങ്ങളെ സ്കൂളിൽ അവർ ചെയ്യണം, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം. അവരൊരു ചാട. നമ്മളെ കാര്യം എന്തായാലും കഴിഞ്ഞ് നമ്മളിതാ തിരിച്ചു പോവാണ്. കലാലയ ജീവിതത്തിലോട്ട് പോകുന്നു. ഓടിക്കളിച്ചതല്ല, പ്രേമിച്ച് നടന്ന സ്കൂൾ ഇതാണ്. ഇതിൽ കൂടെ അറിഞ്ഞോ പഴിഞ്ഞോ പെണ്ണിനെ കാണാൻ ഓടുന്നത്. നേരെ അങ്ങോട്ട് സ്ഥലം കാണി, എവിടെയാണ് നോക്കണേന്ന് വായി നോക്കണത്. ക്ലാസ് റൂം എവിടെയാടാ നിൻ്റെ? ക്ലാസ് റൂം ഇതാണ് സ്കൂൾ, ഇതാണോ സ്കൂള്? അപ്പം നീ CBSE അല്ലേ? ചോദിച്ചില്ലല്ലോ നമ്മള്. ഇത് ശരിയുടെ ഭംഗിയുണ്ട്. അപ്പം നിങ്ങൾക്ക് കാണാറ്റില്ലേ ഇവിടുത്തെ പിള്ളേരെ? ഇറങ്ങിപ്പോയി അങ്ങ് പോയി കാണണം, അത്രേ ഉള്ള. അപ്പം ഇത് നിൻ്റെ സ്കൂളല്ല. അപ്പം ഇത് ഏജ് സെൻട്രൽ സ്കൂൾ. അപ്പം നീ ഏജ് അല്ലേ പഠിച്ചത്? ഓ അങ്ങനെ രണ്ടാണോ? രണ്ടാണോ? യൂണിഫോമും മാറ്റുവാണോ? യൂണിഫോമൊക്കെ ഇതാണ് നിക്കിയുള്ളത്. ഇതാണ് നിക്കിയുടെ ക്ലാസ്. ദോ ആ കാണുന്നില്ല, ബ്ലൂ നിക്കിയുടെ ക്ലാസ്. അതിന് തൊട്ടടുത്തിരിക്കുന്ന അവൻ്റെ ലവറിൻ്റെ ക്ലാസ്. രണ്ടുപേരും കൂടെ അവിടെ ഉള്ള ആ ജന്നൽ കണ്ട, അവിടെ ഒരു ജന്നലുണ്ട്, അവിടെ നിന്നാണ് തൂങ്ങി പിടിച്ച് സംസാരിക്കണത്. അവളെ കാണാൻ വേണ്ടി ഈ ഒരു തൂണ് കണ്ട, ആ തൂണിൻ്റെ അവിടെ നിക്കി കാത്തു നിൽക്കുമെന്നു. അല്ല നിക്കി ശരിക്കാ പറ. അങ്ങനെ അവൻ നിൽക്കും, തൂങ്ങിക്കിടന്ന് ഇങ്ങനെ പക്കി നിൽക്കണ പോലെ നിൽക്കും. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മളിൻ്റെ കല്യാണ വീട്ടിൽ പോയി. നാളെയാണ് കല്യാണം, ഇന്ന് തലേന്നാണ്. അഭിലാഷ്, ഞാൻ ഈ വീഡിയോ എടുത്തതാണ്, പക്ഷേ വീഡിയോ ശരിയായിട്ട് ഞാൻ ആൾക്കാരുള്ളപ്പോൾ താത്ത് വെച്ചു. ഇത്രയുള്ളൊക്കെ ബൈ കൈയടിച്ചൊക്കെ ചോറിനോടൊക്കെ നടക്കണമൊക്കെ ബൈ. നെക്സ്റ്റ് വീഡിയോ കാണാം, കല്യാണം കാണാം, ബൈ.